Xylem Learning Amrita Miss ആണ്. അപ്പോൾ മക്കളെ നമുക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഒരു അടിപൊളി ചാപ്റ്റർ ആണല്ലേ. ഒരുപാട് കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ കൂടി ചെയ്യാനൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള അഡിഷനും ഡിവിഷനും മാത്രമുള്ള ഒരു കുഞ്ഞു ചാപ്റ്ററാണ് നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ് എന്ത് മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഈ മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീവിയേഷൻ എത്രത്തോളം ഡീവിയേറ്റഡ് ആണ് അതിൻ്റെ മീൻ, ഇതാണ് മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു ഡാറ്റ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു ഡാറ്റയാണ്. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പം 20 കുട്ടികളുണ്ടെങ്കിൽ 30 കുട്ടികളുണ്ടെങ്കിൽ ഓരോ കുട്ടികൾക്കും ഓരോ ഹൈറ്റ് ആയിരിക്കും. അതൊരു ഡാറ്റയാണ്. ഈ ഡാറ്റ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഫിക്സ്ഡ് വാല്യൂയിൽ നിന്ന് എത്രത്തോളം ഡീവിയേറ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ മീൻ ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. നിങ്ങൾക്കറിയാം ഒരു മീൻ വാല്യൂ, നിങ്ങളുടെ ഡാറ്റയുടെ മീൻ വാല്യൂ നിങ്ങൾ എടുത്തു, എ എന്നെടുക്കാം. ഈ എ എന്ന് പറയുന്ന ഈ മീൻ വാല്യൂയിൽ നിന്ന് നിങ്ങളുടെ ഡാറ്റ, അതായത് ഓരോ കുട്ടിയുടെയും ഹൈറ്റ് എത്രത്തോളം ഡീവിയേറ്റഡ് ആണ്, എത്രത്തോളം ഡീവിയേറ്റ് ആയി കിടക്കുന്നു എന്നുള്ളതിൻ്റെ മീൻ. ഇതാണ് മീൻ ഡീവിയേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടെണ്ണം ഉണ്ട്, മീൻ ഡീവിയേഷൻ വിത്ത് റെസ്പെക്ട് ടു മീനും മീൻ ഡീവിയേഷൻ വിത്ത് റെസ്പെക്ട് ടു മീഡിയനും. അതായത് നമ്മൾ എടുക്കുന്ന ഫിക്സഡ് വാല്യൂ മീൻ ആവാം മീഡിയൻ ആവാം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ നോക്കാൻ പോകുന്നത് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണ്. മീനായി വരുന്ന സമയത്ത് എന്താണ് ചെയ്യുന്നത്? എടുക്കുന്നത് ഒരു ഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ കേസാണ്. ഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ അറിയാം അല്ലേ? അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് തല്ലാൻ വരുമ്പോൾ ഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് തല്ലാൻ വരിക. അത്രയും ആലോചിച്ചാൽ മതി. ഫ്രീക്വൻസി കൂടെ വരുന്നതാണ് ഗ്രൂപ്പ്ഡ് ഡാറ്റ, ഫ്രീക്വൻസി ഇല്ലാണ്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് വരുന്നതാണ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. എങ്ങനെ ആലോചിക്കാനുള്ള സിംപ്ലിസിറ്റിക്ക് പറഞ്ഞു തന്നാട്ടോ. അപ്പോൾ ഇവിടെ നോക്കി, ഇത് ഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ മീൻ ഡീവിയേഷൻ വിത്ത് റെസ്പെക്ട് ടു മീൻ. മീൻ വിത്ത് റെസ്പെക്ട് ടു മീൻ നമ്മൾ എങ്ങനെ മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കും? ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക, വേറെ ഒന്നും ഇതിൽ ചെയ്യാനില്ല. മീൻ ഡീവിയേഷൻ വിത്ത് റെസ്പെക്ട് ടു മീൻ ഇസ് ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 to n fi xi മൈനസ് എക്സ് ബാർ. എക്സ് ബാർ എന്ന് പറയുന്നത് മീൻ ആണ്. ഡിവൈഡഡ് ബൈ സിഗ്മ ഐ ഈക്വൽ ടു 1 to n fi. ഇത് ക്യാപിറ്റൽ എൻ ആണെന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, ഇവിടെ അബ്സല്യൂട്ട് വാല്യൂ ആണ് എടുക്കുന്നത്, നെഗറ്റീവ് വാല്യൂസ് നമ്മൾ കൂട്ടുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എക്സ് ബാർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. മീൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം അല്ലേ? എന്താണ് മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? എക്സ് ബാർ. ഒരു മിനിറ്റ്, നമുക്ക് മീൻ കണ്ടുപിടിക്കാനുള്ള വാല്യൂ അറിയാം, ഇക്വേഷൻ അറിയാം. എക്സ് ബാർ ഇസ് ഈക്വൽ ടു, എക്സ് ബാർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? സിഗ്മ ഐ ഈക്വൽ ടു 1 to n fi xi ഡിവൈഡഡ് ബൈ എന്താണ്? സിഗ്മ ഐ ഈക്വൽ ടു 1 to n fi. ഇതാണ് നമ്മളുടെ മീൻ വാല്യൂ കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സംശയമൊന്നുമില്ലല്ലോ. ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് അങ്ങ് പഠിക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ. ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയും മീഡിയൻ ആണോ മീൻ ആണോ എന്നുള്ളത്. ഇവിടെ ക്വസ്റ്റ്യനിൽ അബൌട്ട് മീൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓഫ് ദ ഫോളോയിങ് ഡാറ്റ. ഈ തന്നിരിക്കുന്ന ഡാറ്റയുടെ മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കണം വിത്ത് റെസ്പെക്ട് ടു മീൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ അറിയാം. ഇക്വേഷൻ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. സിഗ്മ ഐ ഈക്വൽ ടു 1 to n fi ആബ്സല്യൂട്ട് വാല്യൂ xi മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ ഐ ഈക്വൽ ടു 1 to n fi. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എക്സ് ബാർ എന്ന് പറയുന്ന ആളെയാണ്. അപ്പോൾ എക്സ് ബാർ കണ്ടുപിടിക്കാൻ നമുക്ക് ഇയാളെ അറിയണം, fi xi അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ചെറുതായിട്ടൊന്ന് മാറ്റി ഇതേപോലെ എഴുതുന്നു. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ട എക്സ് ബാർ ആണ്, അതിന് fi xi വേണം. അപ്പോൾ ആദ്യത്തെ കോളം നമ്മൾ എന്ത് ചെയ്യുന്നു? fi xi എന്ന് എഴുതുന്നു. ഓക്കെ, fi xi എന്ന് പറയുമ്പോൾ 2 into 2 4 വരും. 5 into 8 40, 60, 56, 80 and 60 എന്ന് വരും. ഓക്കെ അല്ലേ? റെഡി. അപ്പോൾ നമുക്ക് fi xi ഇതിൻ്റെയൊക്കെ സമ്മ് കണ്ടുപിടിക്കാം. ഇതിൻ്റെ മൊത്തം സമ്മ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഇതിനെല്ലാം fi xi എന്ന് പറയുന്ന വാല്യൂവിൻ്റെ സമ്മ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ആൻഡ് വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 300. ഓക്കെ, 6 + 4 10 300 എന്ന് വരും. അതേപോലെ തന്നെ സിഗ്മ fi നമുക്ക് വേണം. ഇവരെല്ലാവരും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? 40 എന്ന് വരും. അപ്പോൾ സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സ് ബാർ കണ്ടുപിടിക്കാം. ഇസ് ഈക്വൽ ടു സിഗ്മ fi xi, സിഗ്മ ഈക്വൽ 1 to n fi xi ഡിവൈഡഡ് ബൈ സിഗ്മ fi എന്നാണ്. അപ്പോൾ ഇവിടെ 300 ഡിവൈഡഡ് ബൈ 40 എന്ന് വരും. 300 ഡിവൈഡഡ് ബൈ 40 എന്ന് വരും. ആൻഡ് ദ ആൻസർ വിൽ ബി ഓൾമോസ്റ്റ് 7.5. എക്സ് ബാർ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അടുത്ത ഇക്വേഷൻ നോക്കുക. ഇതാണ് നമ്മുടെ അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ടത് xi മൈനസ് എക്സ് ബാർ ആണ്. അടുത്ത കോളത്തിൽ നമുക്ക് വേണ്ടത് xi മൈനസ് എക്സ് ബാർ ആണ്. അപ്പോൾ അടുത്ത കോളം നമ്മൾ എഴുതുന്നു xi അബ്സല്യൂട്ട് വാല്യൂ xi മൈനസ് എക്സ് ബാർ.
ഇവിടെ എക്സ് ബാറിൻ്റെ വാല്യൂ നമുക്കറിയാം. എക്സ് ബാറിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു 7.5. എക്സ് ബാറിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു 7.5. ഇനി എന്ത് ചെയ്യണം? ഈ എക്സ് ഐ എന്ന് പറയുന്ന ആളെ, അതായത് ഈ എക്സ് ഐ എന്ന് പറയുന്ന ആളെ 7.5 മൈനസ് ചെയ്യണം. അതേപോലെ തന്നെ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ മാത്രമേ എടുക്കാൻ പാടുള്ളൂ, നെഗറ്റീവ് വാല്യൂസ് എടുക്കാൻ പാടില്ല. നെഗറ്റീവ് ഒഴിവാക്കണം. ആദ്യം 2 മൈനസ് 7.5 വരുമ്പോൾ മൈനസ് 5.5 വരും. അപ്പോൾ അതും വെറും 5.5 ആയിട്ട് മാറും. 5 മൈനസ് 7.5 വരുമ്പോൾ മൈനസ് 2.5 വരും. അപ്പോൾ അവിടെ എന്ത് വരും? നമ്മൾ വെറും 2.5 മാത്രം എടുക്കും. അടുത്തത് 6 മൈനസ് 7.5 മൈനസ് 1.5 ആണ്. അവിടെ നമ്മൾ 1.5 മാത്രം എടുക്കുന്നു. 8 മൈനസ് 7.5 എന്ന് പറയുമ്പോൾ 0.5 എന്ന് വരും. അടുത്തത് 10 മൈനസ് 7.5 എന്ന് പറയുമ്പോൾ 2.5 എന്ന് വരും. ഓക്കെ, 12 മൈനസ് 7.5 എന്ന് പറയുമ്പോൾ 4.5 വരും. ഇതിനെ സം ചെയ്യണോ? വേണ്ട. അടുത്തത് ആരാ നോക്കുക? അടുത്തത് ഇത് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ FI കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ അടുത്ത കോളം എന്ന് പറയുന്നത് FI ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ XI മൈനസ് X ബാർ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക FI ഇൻറ്റു XI മൈനസ് X ബാർ. 2 ഇൻറ്റു 5.5 എന്ന് പറയുമ്പം 11 വരും. 8 ഇൻറ്റു 2.5 എന്ന് പറയുമ്പോൾ 20 വരും. 10 ഇൻറ്റു 1.5 എന്ന് പറഞ്ഞാൽ 15. അടുത്തത് 7 ഇൻറ്റു 0.5 എന്ന് പറഞ്ഞാൽ 3.5. 8 ഇൻറ്റു 2.5 എന്ന് പറയുമ്പോൾ 20. ആൻഡ് 5 ഇൻറ്റു 4.5 എന്ന് പറഞ്ഞാൽ 22.5. ഇതിനെ നമ്മൾ സം ചെയ്യണം. ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും ആൾക്കാരെ നമ്മൾ സം ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത് 92. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷനിലേക്ക് പോവാം. ഇത് കണ്ടുപിടിച്ചു, മുഴുവൻ കണ്ടുപിടിച്ചു അല്ലേ? സിഗ്മ FI XI മുഴുവൻ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ ഇട്ടാൽ മതി. സോ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഇസ് ഈക്വൽ ടു സിഗ്മ I ഈക്വൽ ടു 1 to n FI XI മൈനസ് X ബാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയെന്ന് അറിയാം? 92 ആണെന്ന് അറിയാം. ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N, അതായത് സിഗ്മ I ഈക്വൽ ടു I ഈക്വൽ ടു 1 to n FI. അത് എത്രയാണ്? ഇവിടെ 40 ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 40 എന്നിടുക. 92 ഡിവൈഡഡ് ബൈ 40. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് നിങ്ങളുടെ ആൻസർ 2.3 എന്ന് വരും. റെഡി? അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് വിത്ത് റെസ്പെക്ട് ടു മീൻ ആണ്. ഇപ്പോൾ ഇതേ സാധനം വിത്ത് റെസ്പെക്ട് ടു മീഡിയൻ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് തുടർന്നും വരും. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ മീനായിട്ട് വന്നാലും മീഡിയൻ ആയിട്ട് വന്നാലും എന്ത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. മീഡിയൻ ആവുന്ന സമയത്ത് ഒരു വ്യത്യാസവുമില്ല. ഈ ഒരു ഇക്വേഷനിൽ ഇവിടെ എക്സ് ബാർ എന്നുള്ളത് എന്തായിട്ട് മാറും? ക്യാപിറ്റൽ M ആയിട്ട് മാറും. നമ്മളുടെ ഡാറ്റയുടെ മീഡിയൻ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ പറഞ്ഞ അതേ പ്രോസസ്സ് നമ്മൾ ചെയ്താൽ മതി. വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് അടിപൊളിയായിട്ട് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? യുവ ബാച്ചിൽ ജോയിൻ ചെയ്യാം. വേഗം അഡ്മിഷൻ എടുക്കുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. സോ താങ്ക് യു ഡിയേഴ്സ്. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. Bye.